നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം സഭാപർവം ചൂത്. അടുത്ത ദിവസം തന്നെ പാണ്ഡവന്മാർ കുന്തിദേവിയോടും ദ്രൗപദിയോടും അനുയായികളോടും കൂടി ഹസ്തിനപുരത്തിലെത്തി. ധൃതരാഷ്ട്രർ, ഗാന്ധാരി, ദ്രോണർ, കൃപർ തുടങ്ങിയവരെ എല്ലാം വന്ദിച്ചു. ഹസ്തിനപുര നിവാസികളെല്ലാം പാണ്ഡവരുടെ ആഗമനത്തിൽ ആഹ്ലാദിച്ചു. എന്നാൽ ചന്ദ്രമുഖിയായ പാഞ്ചാലിയുടെ പാലൊളി വീശുന്ന അങ്കലാവണ്യം കണ്ടപ്പോൾ ദുര്യോധനാദികളുടെ പത്നിമാരുടെ മുഖം ചന്ദ്രരശ്മി ഏൽക്കുമ്പോൾ കൂമ്പുന്ന താമരപ്പൂ പോലെയായി. പാണ്ഡവന്മാരെ സ്വീകരിക്കുന്നതിന് തയ്യാറാക്കിയിരുന്ന വിഭവസമൃദ്ധമായ സദ്യയും പാട്ടും നൃത്തവും എല്ലാം അവർ ആസ്വദിച്ച് അന്ന് രാത്രി ആനന്ദകരമായി കഴിച്ചുകൂട്ടി. ഇനി ശകുനി യുധിഷ്ഠിര ചൂതാട്ടം. അടുത്ത ദിവസം കാലത്ത് യുധിഷ്ഠിരൻ സഹോദരന്മാരാൽ അനുഗതനായി സഭയിൽ പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് അവരെ സ്വീകരിച്ചു. പാണ്ഡവന്മാർ ആസനസ്ഥരായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്നു. അപ്പോൾ ശകുനി പറഞ്ഞു, രാജാവേ, എല്ലാവരും ചൂത് കളിക്കാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. യുധിഷ്ഠിര, ചൂത് കളിക്കാൻ തയ്യാറാവുക. യുധിഷ്ഠിരൻ, ഞാൻ ധാർത്തരാഷ്ട്രന്മാരോട് സുഹൃദ്ദൂതിനാണ് വന്നത്. താങ്കൾ കള്ളച്ചൂത് കളിക്കുന്നവനാണ്. ചതിയിലുള്ള ചൂതുകളി പാപമാണ്. അതിൽ ക്ഷാത്രപരമായ പരാക്രമമോ ശാശ്വതമായ നീതിയോ ഇല്ല. ശകുനി, യുധിഷ്ഠിര, ചൂതുകളി നമുക്ക് ജയവും തോൽവിയും നൽകുന്നു. ഓരോരുത്തരും ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ജയവും തോൽവിയും ഓരോരുത്തരുടെയും കഴിവുകേടിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭവാൻ എന്നോട് ചൂതിലിടയുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചതിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൂതിൽ നിന്ന് പിന്മാറിക്കൊള്ളുക. ഭയമുണ്ടെങ്കിൽ പിന്മാറിക്കൊള്ളുക. യുധിഷ്ഠിരൻ, വിളിച്ചാൽ പിന്തിരികയില്ലെന്ന് എനിക്ക് ദൃഢമായ ഒരു വ്രതമുണ്ട്. വിധി ബലവാനാണ്. ഞാൻ ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവനാണ്. ഭവാനോട് കളിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്താണ് പന്തയം വയ്ക്കുന്നത്? അതറിഞ്ഞാൽ നമുക്ക് കളി തുടങ്ങാം. ദുര്യോധനൻ, ധനരത്നങ്ങൾ എന്താണെങ്കിലും ഞാൻ പന്തയം വയ്ക്കും. എൻ്റെ പേർക്ക് അമ്മാവൻ കളിക്കും. യുധിഷ്ഠിരൻ, അന്യൻ്റെ പേർക്ക് മറ്റൊരാൾ നടത്തുന്ന ചൂത് നിയമവിരുദ്ധമായി ഞാൻ കരുതുന്നു. എങ്കിലും ഞാൻ സമ്മതിച്ചു. നമുക്ക് കളി തുടങ്ങാം. ആദ്യമായി സ്വർണത്തിൽ കോർത്ത അമൂല്യമായ രത്നഹാരം യുധിഷ്ഠിരൻ പന്തയമായിട്ട് വെച്ചു. അതിന് തക്ക വിലപിടിപ്പുള്ളത് ദുര്യോധനും വെച്ചു. ആ കളിയിൽ ശകുനി ജയിച്ചു. അടുത്ത കളിയിൽ അസംഖ്യം പൊന്നും വെള്ളിയും നിറച്ചിട്ടുള്ള ഭണ്ഡാരങ്ങളാണ് യുധിഷ്ഠിരൻ പന്തയം വെച്ചത്. ശകുനി ജയിച്ചതുകൊണ്ട് അതും നഷ്ടപ്പെട്ടു. യുധിഷ്ഠിരന് കൂടുതൽ വാശിയായി. ചൂതുകളിയുടെ വീര്യം മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞപ്പോഴേക്കും യുധിഷ്ഠിരൻ അതിൽ ഭ്രാന്തനായി തീർന്നു. തൻ്റെ എതിരാളി ആരായാലും കൊള്ളാം, താൻ വയ്ക്കുന്ന പന്തയം എന്തായാലും വേണ്ടില്ല, ചൂത് കളിക്കണമെന്ന ഒരേ ചിന്തയിൽ മാത്രം അദ്ദേഹം ലീനനായി. ഓരോ കളിയും തോൽക്കുമ്പോഴും അടുത്ത കളിയിലുള്ള വിജയപ്രതീക്ഷ അദ്ദേഹത്തെ ചൂതുകളിയുടെ അപകടകരമായ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചിഴച്ചു. അദ്ദേഹത്തിൻ്റെ സമനില തെറ്റി മാനസിക വിഭ്രാന്തിയിൽ എത്തിച്ചേർന്നു. രാജരഥങ്ങൾ, ആയിരക്കണക്കിനുള്ള ദാസികൾ, ദാസന്മാർ, മത്തഗജങ്ങൾ, തേരുകൾ, അശ്വങ്ങൾ, യോദ്ധാക്കൾ, ഓരോന്നിലും 5 കുടം സ്വർണം നിറച്ച് താമ്ര ലോഹം കൊണ്ട് മൂടിവെച്ചിട്ടുള്ള 400 നിധികൾ, നാട്ടിൻപുറം, പട്ടണം, രാജ്യം എന്നിങ്ങനെ ഓരോന്നായി പന്തയം വെച്ച് യുധിഷ്ഠിരൻ ചൂത് കളിച്ചു. എല്ലായ്പ്പോഴും കള്ളച്ചൂത് കളിക്കുന്നതിൽ ബിരുദനായ ശകുനി ജയിക്കുകയും പന്തയം വെച്ചതെല്ലാം യുധിഷ്ഠിരന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി സഹോദരന്മാരെ പണയപ്പെടുത്തുന്നു എന്ന ഭാഗം. അടുത്തതായി രക്താക്ഷനും സിംഹസ്കന്ദനും മഹാഭുജനുമായ നകുലനെയാണ് യുധിഷ്ഠിരൻ പന്തയം വെച്ചത്. അതും തോറ്റപ്പോൾ പണ്ഡിതൻ എന്ന് പേരെടുത്ത സഹദേവനെ പണയം വെച്ചു. അതും തോറ്റു. അരിശം മൂത്ത് കിണറ്റിൽ ചാടിയാൽ ഒരരിശം മൂത്ത് കിണറ്റിൽ ചാടിയാൽ 7 അരിശം കൊണ്ടും അതിൽ നിന്ന് കയറാൻ പറ്റുകയില്ല എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഉന്മത്തനായി കുണ്ടിൽ ചാടുന്നവൻ ഇളകാൻ ശക്തിയില്ലാതെ അവിടെ തന്നെ നിന്നുപോകുന്നു. യുധിഷ്ഠിരൻ്റെ സ്ഥിതി അതുപോലെയായി. മാതൃസൂതന്മാർ പന്തയത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും ചൂതാട്ടം നിർത്താൻ യുധിഷ്ഠിരൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ശത്രുക്കളെ എപ്പോഴും ജയിക്കുന്നവനും രാജപുത്രനും തേജസ്വിയുമായ അർജുനൻ പന്തയം വയ്ക്കാൻ പറ്റിയ വസ്തുവല്ല. എന്നാലും അവനെയും പന്തയം വെച്ച് ഞാൻ നിന്നോട് കളിക്കുന്നു. ശകുനിക്ക് സന്തോഷമായി. അവൻ തന്നെ ഈ പ്രാവശ്യം ജയിച്ചു. അവൻ പറഞ്ഞു, പാണ്ഡവന്മാരിൽ ധനോദ്ധരനായ സവ്യസാചിയെയും ഞാൻ ജയിച്ചിരിക്കുന്നു. ഇനിയും നിന്റെ മുതലായി ഭീമൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ, അവനെയും പണയം വെച്ചു കൊള്ളുക. യുധിഷ്ഠിരൻ, അങ്ങനെ തന്നെ. ഭീമൻ ബലം കൊണ്ട് എതിരില്ലാത്തവനും വീരനും ശത്രുഞ്ജയനും അതുല്യനുമാണ്. അവനെ തന്നെ പന്തയം വെച്ച് ഞാൻ കളിക്കുന്നു. ആ കളിയിലും ശകുനി തന്നെ ജയിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
ഇനിയും പന്തയം വയ്ക്കുന്നതിന് ഒന്നും ശേഷിച്ചിട്ടില്ലെന്ന് ബോധ്യമായപ്പോഴും യുധിഷ്ഠിരൻ്റെ വാശി അവസാനിച്ചില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഇനിയും ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നെ തന്നെ പന്തയം വയ്ക്കുന്നു. തോറ്റാൽ ഞാനും മറ്റുള്ളവരെ പോലെ ദാസ്യവൃത്തി എടുത്തുകൊള്ളാം. ശകുനിക്ക് ജയിക്കാൻ ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. അവൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ ജയിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ കർത്തവ്യതാമൂഢനായിരുന്നു. ശകുനി വിട്ടില്ല. അവൻ പറഞ്ഞു, രാജാവേ, അങ്ങയ്ക്ക് ഭാര്യയുണ്ട്. അവൾ പണയപ്പെട്ടിട്ടില്ല. പാഞ്ചാലിയെ പന്തയം വെച്ച് കളിച്ചാൽ കളിയിൽ ജയിക്കുക. പാഞ്ചാലിയെ പണയപ്പെടുത്തുന്നു. യുധിഷ്ഠിരന് ചൂതുകളിയിലുള്ള ഉന്മാദം അതിൻ്റെ ഉച്ചകോടിയിലെത്തി. അവസാനത്തെ പന്തയമായി പാഞ്ചാലിയെ തന്നെ വെച്ച് ചൂതാടി ജയിക്കാമെന്ന വ്യാമോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. മുമ്പിൽ നോക്കാതെ വാശിയോടെ അദ്ദേഹം പറഞ്ഞു, പാഞ്ചാലി അനർഘയാണ്. എങ്കിലും അവളെ പന്തയം വെച്ച് ഞാൻ നിന്നോട് കളിക്കുന്നു. ഇത് കേട്ടപ്പോൾ സഭയിലിരുന്ന സദസ്യർ ഞെട്ടിപ്പോയി. ഭീഷ്മനും ദ്രോണരും കൃപരും എല്ലാം ഉയർത്തു കുളിച്ചു. വിതുരൻ നിശ്ചേഷ്ടനായി താഴ്ത്തിയ തല കൈകൊണ്ട് താങ്ങിയിരുന്നു. സദസ്യർ വികാരവിവശരായി. ഛായ് ഛായ് എന്നു പറഞ്ഞ് അവരുടെ കണ്ണുകൾ സജലങ്ങളായി. ദുര്യോധനാദികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ധൃതരാഷ്ട്രന്റെ വികാരം അദ്ദേഹം മറച്ചുവെച്ചില്ല. ഇനി ശകുനിയുടെ വിജയം. ഹർഷത്തോടെ അദ്ദേഹം ചോദിച്ചു, ആര് ജയിച്ചു, ആര് ജയിച്ചു? കള്ളച്ചൂതാടിയിട്ട് ശകുനി വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. സദസ്സ് ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. ധാർത്തരാഷ്ട്രരൊഴികെ മറ്റെല്ലാവരും മരിച്ചതുപോലെ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചിരുന്നു. പൊടുന്നനവേ ഒരു പൊട്ടിച്ചിരി കേട്ടു. ക്രൂരമായ ഒരു ചിരി. ദുര്യോധനായിരുന്നു ആ ചിരിയുടെ ഉടമസ്ഥൻ. തുടർന്ന് അവൻ പറഞ്ഞു, അല്ലയോ വിതുരരെ, താങ്കൾ പോയി ദ്രൗപദിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. അവൾ എൻ്റെ ദാസിയായി തീർന്നിരിക്കുന്നു. അവൾ എൻ്റെ ഗ്രഹം അടിച്ചു വാരട്ടെ. വിതുരൻ, ഛേ മൂടാ, നീ എന്തു പറഞ്ഞു? ദ്രൗപദി നിന്റെ ദാസിയോ? യുധിഷ്ഠിരൻ തന്നെ പന്തയത്തിൽ വെച്ച് തോറ്റപ്പോൾ അവൻ അടിമയായി കഴിഞ്ഞു. ഒരടിമയ്ക്ക് സ്വതന്ത്രരെ പന്തയം വയ്ക്കാൻ അവകാശമില്ല. അപ്രകാരം പന്തയം വെച്ചാൽ അത് സാധുവല്ല. അടിമയായവനിൽ നിന്നും കിട്ടുന്ന പന്തയവസ്തു സ്വപ്നത്തിൽ കിട്ടുന്ന ധനം പോലെ അൻപോയോഗ്യമാവുകയില്ല. അതുകൊണ്ട് പാഞ്ചാലി ദാസിയായിട്ടില്ല. എടാ ദുര്യോധന, നിന്റെ നാശം അടുത്തു കഴിഞ്ഞു. മുള അതിൻ്റെ നാശകാലത്തെ പൂക്കുകയുള്ളൂ. അതുപോലെയാണ് നിന്റെ സ്ഥിതി. മാൻ ചെന്ന് വ്യാഘ്രങ്ങളോട് എതിർക്കുകയാണ്. നീ കാലൻ്റെ കയറാൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ദുര്യോധനൻ പുച്ഛത്തോടെ വിതുരനെ നോക്കി. അവൻ അവൻ്റെ കിങ്കരനായ പ്രതിഗാമിയെ വിളിച്ചു പറഞ്ഞു, ഈ വിതുരൻ ഒരു അല്പനാണ്. നീ ഒട്ടും ഭയപ്പെടാതെ പോയി ദ്രൗപദിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. പ്രതിഗാമി ദ്രൗപദിയുടെ മുറിയിലെത്തി. അവളോട് പറഞ്ഞു, ഭൗതിയെ പന്തയം വെച്ച് മഹാരാജാവ് ചൂതാടി തോറ്റു. ഭൗതി ഇപ്പോൾ ദുര്യോധനൻ്റെ ദാസിയാണ്. വരൂ, സദസ്സിലേക്ക് വരൂ. ദ്രൗപദി അത്ഭുതത്തോടെ ചോദിച്ചു, എന്ത്? ഭാര്യയെ പന്തയം വെച്ച് ചൂതാടിയെന്നോ? അദ്ദേഹത്തിന് പന്തയം വയ്ക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ? പ്രതിഗാമി, ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഭൗതിയെ പന്തയം വെച്ചത്. ആദ്യം സഹോദരന്മാരെ, പിന്നെ അദ്ദേഹത്തെ തന്നെ. അതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭൗതിയെ പന്തയം വെച്ചു. ദ്രൗപദി, രാജാവ് അദ്ദേഹത്തെ പണയപ്പെടുത്തിയതിനു ശേഷമാണല്ലോ എന്നെ പണയം വെച്ചത്. അതോ എന്നെ പണയപ്പെടുത്തിയതിനു ശേഷമാണോ അദ്ദേഹം പണയത്തിലായത്? ആദ്യം ഏതാണ് ഉണ്ടായത് എന്ന് അറിഞ്ഞു വരിക. അതിനുശേഷം ഞാൻ അവിടേക്ക് വരാം. പ്രതിഗാമി സഭയിൽ വന്ന് യുധിഷ്ഠിരനോട് ഈ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ മൗനിയായി ഇരുന്നതേ ഉള്ളൂ. ഉടൻ ദുര്യോധനൻ പറഞ്ഞു, ദ്രൗപദി തന്നെ സഭയിൽ വന്ന് ഈ ചോദ്യം യുധിഷ്ഠിരനോട് ചോദിക്കാൻ പറയുക. പ്രതിഗാമി വീണ്ടും ദ്രൗപദിയുടെ അടുത്തെത്തി ഭൗതിയെ സദസ്യർ വിളിക്കുന്നു എന്ന് മാത്രം അറിയിച്ചു. ദ്രൗപദി എന്നെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തുന്നത് ധർമ്മമല്ല. ഈ വിവരം സഭാവാസികളെ അറിയിക്കുക. നീതിമാന്മാരും ധർമാക്കളുമായ ആ ശ്രേഷ്ഠന്മാർ കൽപ്പിക്കുന്നത് ഞാൻ അനുസരിച്ചു കൊള്ളാം. പ്രതിഗാമി സദസ്സിലെത്തി. പറഞ്ഞ വാക്കുകൾ സദസ്യരെ അറിയിച്ചു. എന്നാൽ ജ്വലിച്ചു നിൽക്കുന്ന ദുര്യോധനൻ്റെ രൗദ്രഭാവം കണ്ട് എല്ലാവരും നിശബ്ദരായി ഇരുന്നതേ ഉള്ളൂ. ദുര്യോധനൻ ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വീണ്ടും പ്രതിഗാമിയോട് ആജ്ഞാപിച്ചു. എന്നാൽ പുലിയെപ്പോലെ ചീറി നിൽക്കുന്ന ദ്രൗപദിയുടെ ഓർമ്മ മനസ്സിൽ തങ്ങി നിന്ന പ്രതിഗാമി എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു പരിങ്ങി. ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ അനുജനായ ദുശാസനോട് പറഞ്ഞു, ദുശാസന, നീ തന്നെ പോയി പാഞ്ചാലിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അടിമകളായ പാണ്ഡവന്മാർക്ക് നിന്നോടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേൾക്കാത്ത താമസം ദുശാസനൻ പാഞ്ചാലിയുടെ അടുത്തേക്ക് കുതിച്ചു. അവൻ അധികാരസ്വരത്തിൽ പാഞ്ചാലിയോട് പറഞ്ഞു, ദ്രൗപദി, വരൂ വരൂ. നിന്നെ ചൂതിൽ ഞങ്ങൾ നേടിക്കഴിഞ്ഞു. നീ ഞങ്ങളുടെ അടിമയായിരിക്കുന്നു. സഭയിലേക്ക് വന്ന് ദുര്യോധനെ കാണുക, ലജ്ജിക്കേണ്ട, നടക്കൂ. ഇനി പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം എന്ന അധ്യായം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ